വന്നിട്ടുള്ളത്. മലയാളി ഓഡിയൻസിനോട് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ പടത്തിലുണ്ട്, ട്രെയിലർ ലോഞ്ചിൽ മാത്രമല്ല, ഞാൻ ഈ പടത്തിലെ ഇതിന്റെ കാരണമാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊരു നല്ല പടമാണ്, ഞാൻ വെറുതെ അങ്ങനെ പറയുന്നല്ല, നല്ലൊരു പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. ബിക്കോസ് ഈ GD നായിഡു എന്ന് പറയുന്ന ആള് എങ്ങനെ ആയിരുന്നു, എന്തായിരുന്നു, എന്താണ്, ഒരു വിഷനറി ആയിരുന്നു. സോ ആ വിഷൻസ് ഒക്കെ ഈ പടം ത്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എല്ലാവരും കോയമ്പത്തൂരിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ ഇവിടെ GD നായിഡു മ്യൂസിയം പോലെയുണ്ട്. സോ അതിൽ അവർ മ്യൂസിയത്തിൽ അവർ കാർസൊക്കെ ഡിസ്മാൻറ്റിൽ ചെയ്ത് വീണ്ടും അവർ അസംബിൾ ചെയ്യുന്ന അതൊക്കെ ഫോർ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ദേ വിൽ ലവ് ഓൾ ഓഫ് ദിസ്. പക്ഷേ അതല്ലാതെ വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ GD നായിഡു എങ്ങനെ ഒരാളായിരുന്നു, അവരുടെ വിഷൻ എന്തായിരുന്നു. ആൻഡ് ഇത് ഈ പടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് ഇറാലാണ്. സോ അതാണ് പോസ്റ്ററിൽ ഇഫ് യു സീൻ ഫിയർഡ് ബൈ ദ ബ്രിട്ടീഷ് എന്ന് ഉണ്ട്. പക്ഷേ ദാറ്റ്സ് വൈ ദേ സെഡ് ദാറ്റ് ദിസ് വാസ്, ഇത് പ്രീ ഇൻഡിപെൻഡൻസ് ഇറാലെ സെറ്റ് ചെയ്ത ഒരു പടമാണ്. സോ ആ ടൈമിൽ തന്നെ ഒരു വിഷനറി വരുമ്പോൾ എങ്ങനെയാണ് ഹൗ ഹി ഷേപ്ഡ് ഇന്ത്യ ഓർ ഹൗ ഹി ചേഞ്ച്ഡ് ഇന്ത്യ. ക്യാരക്ടറിനെ കുറിച്ചിട്ട് നിലവിൽ എന്താ പറയാൻ പറ്റുന്നത്? എനിക്ക് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഓൾ ഐ സേ ക്യാരക്ടറിന്റെ പേര് ചെല്ലമാളാണ്. മാഡി. പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ഫിലിമാണ്. ആൻഡ് ഐ എം വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഇങ്ങനെ ഒരു നല്ല പടത്തിൻ്റെ ഒരു ഭാഗം ഈ ഭാഗത്തിൽ ഞാനും ഒരാളുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി വേറെ മലയാളി ഓഡിയൻസിന് വേണ്ടി വേറെ ഞാൻ ഓഫീസർ ഡ്യൂട്ടിന്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിലൊരു പടം വരുന്നൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തെങ്കിലും മലയാള പടം തൽക്കാലം മലയാളത്തിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഫ്യൂച്ചർ ഫിലിംസ് അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ഐ എം ഡൂയിങ് ഒരു ഹോളിവുഡ് ഫിലിം ചെയ്യുന്നുണ്ട്, ആസ് ഇൻ സെറ്റ് ഇൻ USA. ആൻഡ് അതല്ലാതെ കുറെ ഹിന്ദി ഫിലിംസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമുണ്ട് ജനനായകൻ, അതിന്റെ ഭാഗമാണ്. എന്താണ് ഈ മാസം വരുമോ അല്ല അടുത്ത മാസം വരുമോ എന്നൊക്കെ റൂമേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഐ തിങ്ക് മിക്കവാറും ഈ മാസമായിരിക്കും. ഡേറ്റ് കൺഫേം എനിക്കറിയില്ല, പക്ഷെ അറിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മളെല്ലാം പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ? നോട്ട് യെറ്റ്. സർ ബിസി അല്ലേ, വിജയ് സർ ഇസ് ബിസി. പക്ഷെ ഇനി കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായിരിക്കും. ഞാൻ വിജയ് സാറിനെ കുറിച്ച് നിലവിലത്തെ സിറ്റുവേഷനിൽ CM ആണ്, തമിഴ്നാട് ഭയങ്കര ആഘോഷമായി നടക്കാൻ എന്താ പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട്? വെരി ഹാപ്പി. ഐ തിങ്ക് എല്ലാവരും പറയുന്നുണ്ട് സർ വാസ് ബോൺ ഫോർ ദിസ് റോൾ. ഇതൊരു നല്ലൊരു റോൾ സർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എല്ലാവരുടെയും വിചാരം. ആൻഡ് ഐ ഓൾസോ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ബിക്കോസ് ഹി വാസ്, ഞാൻ പറഞ്ഞതുപോലെ ഹി വാസ് ബോൺ ടു ഡു ദിസ് ആൻഡ് ഈസ് എ ബോൺ ലീഡർ. ഈ സിനിമയെ പറ്റിയിട്ടല്ലാതെ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ചോദിക്കണം, വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണോ, അതിൽ ടീമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റും? I am not a big FIFA fan. അല്ല, പക്ഷേ I wish all the teams all the best. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് പ്ലെയർ അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഈ മലയാളം അല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് വരാനുള്ളത്? ഒരു ഹോളിവുഡ് പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ കുറെ ഹിന്ദി ഫിലിംസ് ഉണ്ട്, പിന്നെ GDN ഉണ്ട്, ജനനായകൻ റിലീസിലുണ്ട്. ഓക്കെ, താങ്ക് യു.